എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് ഞാൻ പോകുന്നത് ടൈൽ ഓഫ് ഹെർഡ്വുഡ് എന്ന ആനിമേറ്റ് എപ്പിസോഡ് 5 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ അവനെ ബീസ്റ്റുകളെ ഫോളോ ചെയ്ത് ഒരു ഗേറ്റ് പോലെയുള്ള ഒരു സ്ഥലത്താണ് എത്തിയത്. അതിനുള്ളിലേക്കാണ് പോകുന്നത്. അത് അവരുടെ വില്ലേജിലുള്ള സ്റ്റാച്ചുവിനെ പോലെ അല്ലല്ലോ എന്ന് ആലോചിച്ചെങ്കിലും അതിനുള്ളിലേക്ക് സേഫ് ആകും എന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നു. ഈ സമയം ആ ഡാർക്ക്നെസ് വ്യാപിക്കുന്നുണ്ടായിരുന്നു. അവരെ ഫോളോ ചെയ്ത് വരികയല്ല, അവിടെ എല്ലാം കൊണ്ട് മൂടുകയാണ്. ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചാടി ഓരോന്നിൻ്റെ മുകളിൽ കയറിയാണ് പോകുന്നത്. പിറകെ വന്ന റിവർ സെറ്റിൽ അവരും സ്പീഡിന് വരുന്നുണ്ട്. അവസാനം അത് മൊത്തത്തിൽ മൂടി രണ്ടുപേര് നമ്മളെ രക്ഷിക്കുന്നു പറയുന്നത് മാത്രം. അതിലെ ലീഡർ കൈ പിടിച്ച് കയറ്റുമുണ്ട് സ്കെലിട്ടനായിട്ട് മാറിയിരുന്നു. ഇപ്പോഴാണ് ആ ഡാർക്ക്നെസ്സിൽ ആരും വെളിയിലിറങ്ങാത്തത് എന്നതിന് കാരണം ഷിൻമോനാണ് മനസ്സിലായത്. ആ പെണ്ണിനെ ആശ്വസിപ്പിക്കുകയാണ്. ഡീമൺസിനെതിരെ പോരാടിയാണ് അവർ ഡെഡായത്. ആ ഡീമൺ മനഃപൂർവ്വം ഇങ്ങനെ എത്തിച്ചതാണ്. അത് കേട്ടിട്ട് ദേഷ്യം വന്ന ഷിൻമോ, നീയൊക്കെ എന്നെ കൊല്ലാൻ നോക്കിയിട്ടല്ലേ എന്നെ ഫോളോ ചെയ്ത് വന്നത് അല്ലേ? അതിലൊരുത്തൻ അവനെ കൊല്ലാനായിട്ട് റെഡിയായത് ലീഡർ തടഞ്ഞു. കാരണം അവിടെയുള്ള ബീസ്റ്റുകൾ അവർക്കൊരു റൂളുണ്ട്, ഇതിനുള്ളിൽ എത്ര വലിയ എനിമിയാണെങ്കിൽ കൂടി കൊല്ലാൻ പാടില്ല എന്നതുപോലെ. കാരണം ആൾറെഡി അവിടെ നാച്ചുറലായ എനിമീസ് അവിടെ ഉണ്ടെങ്കിൽ പോലും ഒന്നിനെയും അറ്റാക്ക് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. നാളെയാകട്ടെ അവർ പിന്നെ പോകുന്നുണ്ട്. ഇത് ഷിൻമോന് മനസ്സിലായി. ഇതുകൊണ്ട് തന്നെ ആണ് ഈ ബീസ്റ്റുകൾ ഇന്റലിജന്റ്. അവിടെ ഹെഡ് സ്കെൽട്ടനായ ഒരു ബീസ്റ്റിനെയും കാണാം. ഈ സമയം ഷിൻമോ വില്ലേജിലില്ല എന്നറിഞ്ഞ ടെൻഷനായിട്ട് അവർ നോക്കുവാണ്. ഞാൻ പോയി നോക്കാം എന്ന് ഗ്രാനിസെ പറയുമ്പോൾ എവിടെ പോകും, അവൻ എവിടെയാണെന്ന് അറിയില്ല. അതുപോലെ ഇപ്പോൾ ഡാർക്ക്നെസ് ഉള്ള ടൈമാണ്. അവൻ നമ്മൾ പഠിപ്പിച്ചതെല്ലാം മനസ്സിലാക്കും. ഗ്രാനിസയും നീ തീരുമാനം എടുക്കേണ്ട സമയമായി. അവനാകട്ടെ അവിടെ ഉള്ളതൊക്കെ വെച്ച് ഒരു സെൽഫ് ഡിഫൻസ് ഉണ്ടാക്കി. മറ്റേ കവണ പറയുമ്പോൾ അതിനെന്തോ പറയല്ലേ, അവരെന്ത് ചെയ്യുന്നെന്ന് അറിയാൻ നോക്കുകയാണ്. ആ പെണ്ണ് അവിടെ ചുറ്റിക്കറങ്ങി ഒരു സ്റ്റോണ് അത് കണ്ട് ലീഡറിനെ വിളിച്ചിട്ട് എഴുതി ഇത് കാണിച്ചു കൊടുക്കണം. ഗോഡ് ഡെസ് പാസ് എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ മുൻപ് കിങ്ഡം ഓഫ് ഗോഡ് ആയിരുന്നു എന്ന് പറയണം. അതുകൊണ്ട് ഗ്രാനസിയോട് പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് കിങ്ഡം ഓഫ് ഗോഡോ ദൈവങ്ങളാണ് ഇത് ഉണ്ടാക്കിയത്, അപ്പോൾ ഡാർക്ക്നെസ് വരികയാണ് ചെയ്തത് എന്നും ഈ റൂയിൻസിൽ എല്ലാ ഗോഡും പോയതിനു ശേഷമായതാണ് അങ്ങനെയാണോ എന്നൊക്കെ ആലോചിക്കണം. അതുകൊണ്ടാണ് ഡാർക്ക്നെസ്സിന് ഇങ്ങോട്ട് കയറാൻ കഴിയാത്തത്. അതിന് ആ സ്റ്റോൺ സ്റ്റാച്ചു, ഈ റൂയിൻസ് അതൊക്കെ എങ്ങനെയാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നത് മാത്രമാണ് അവന് ഡൗട്ട്. അതെന്നത് പോകെ മനസ്സിലാകും. അപ്പോഴാണ് ഈ റൂയിൻസിൽ ഒരുപാട് ട്രഷർ കാണും. പയ്യെ തപ്പാനായിട്ട് പറഞ്ഞു വിട്ട. അങ്ങനെ നിലയ്ക്ക് ആ പെണ്ണ് പിന്നെ എന്തിനെ വിളിക്കുന്നുണ്ട്. വന്നു നോക്കുമ്പോൾ ഒരുപാടധികം സ്കെലിറ്റൺസ് ആയിരുന്നു. അതെല്ലാം വുമൺസ് ആയിരുന്നു. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും ഡെഡായതുപോലെ. അത് ഒരേപോലെയാണ് അത് ഉള്ളത്. ആ സ്കെലിറ്റൺസിന്റെ കയ്യിലാകട്ടെ അവർ നോക്കിയതിനേക്കാൾ ഒരുപാടധികം ട്രഷേഴ്സ് ഉണ്ടായിരുന്നു. ഡിവൈൻ പേൾ പോലെ അതെല്ലാം ഉണ്ട്. എങ്കിലും റിവർ സെറ്റ് വലിയ സ്റ്റാറ്റസിലേക്ക് മാറാൻ ഇതൊക്കെ മതിയാകും. അവനോട് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് തടയാനായിട്ട് അവനെ റെഡി ഗോഡ്സിനെ ഫോളോ ചെയ്യുന്നു, എന്നിട്ട് മോഷ്ടിക്കുകയും ചെയ്യുന്നു. ഇവരാണ് യഥാർത്ഥ ഡീമൺസ് കൾട്ടിവേറ്റേഴ്സ് എന്ന് അവർക്കെന്ന ഒരു ഡൗട്ടുണ്ട്. ഇത്രയധികം റെയറും വാല്യൂ ഉള്ളതുമായിട്ട് ഇന്റലിജന്റ് ബീസ്റ്റുകൾ ഉണ്ടായിട്ട് എടുക്കാത്ത എന്താ എന്ന ഡൗട്ട് അവർക്കല്ല ഷിൻമോന്. അവൻ വന്നപ്പോൾ അത് അനങ്ങിയതുപോലെ തോന്നി എന്ന് പറയുകയാണ്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വളഞ്ഞു വന്ന് എടുക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഉണ്ട് സ്പിരിറ്റ് പോലെ അത് പിടിച്ചു. ആ സ്പിരിറ്റ് ഓണേഴ്സ് അല്ലാതെ വേറെ ആരും എടുക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു. അവനപ്പോൾ തന്നെ കൊന്നു കളഞ്ഞു. ഇപ്പോൾ ഒരു 2 പേരേ ഉള്ളൂ. മറ്റു 3 പേര് അവനെ കൊല്ലാൻ വേണ്ടി പോയതാണ് എന്ന് പറയാനായിട്ട് പറയുകയാണ്. ഇതെല്ലാം കെട്ടിട്ട് അതും അവൻ്റെ മണ്ടയിലോട്ടാക്കിയല്ലേ. ഇവരിവിടെ നിന്ന് പോകാൻ പാടില്ല. അതുപോലെ ആ ലീഡർ ആയവൻ എന്നേക്കാൾ സ്ട്രോങ് ആണ്. എങ്ങനെ തടയുമെന്ന് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് ഷേക്കാവുന്നത്. മറ്റൊരു പ്ലേസിൽ ഒരു ലേക്ക് പോലെ അവിടെ ആയിട്ട് ഒരുപാട് ബിൽഡിങ് ചേർന്ന ഒന്ന് തെളിഞ്ഞു വരികയാണ്. അതെന്തെന്ന് ഇപ്പോൾ അറിയില്ല. എന്നാൽ പെട്ടെന്നാണ് ഡാർക്ക്നെസ്സിന്റെ പവർ അത് കൂടിയതുപോലെ അവിടെയുള്ള സ്റ്റോൺ സ്റ്റാച്യൂസ് എല്ലാം ആക്ടിവേറ്റ് ആയിട്ട് അത് തടയുന്നുണ്ട്. ഒരുപാട് ഡാർക്ക്നെസ് പവർ നേരെ ആ റൂൺസിന് നേരെ വരികയാണ്. ഇപ്പോൾ ആ ഗേറ്റിന്റെ ഷീൽഡൊക്കെ ഓവറായിട്ട് തടയാൻ നോക്കുന്നുണ്ട്. അവിടെയുള്ള ബീസ്റ്റുകളൊക്കെ പേടിച്ച് ഓടുകയാണ്. അതിൽ നിന്നും വരുന്ന ആ ഡീമൺ ഗോഡ് അതിനെ കാണിക്കണം. അത് കണ്ട് അവരെ ആടിപ്പോയി. ആ ഷീൽഡ് തന്നെ ബ്രേക്കായി പോയി. ആ റൂയിൻസ് ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് മനസ്സിലായിട്ട് അവർ ഓടുന്ന ഡീമൺ ഗോഡിന്റെ വോയിസും കേൾക്കാം. ഓടിപ്പോയി ഷിൻമോനെ പിടിച്ച് പിറകോട്ടാക്കി. നീ അവിടെ കിടന്ന് ചാവെന്ന് പറഞ്ഞിട്ട് അവനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയം തന്നെ അവന്റെ സോള് തന്നെ പുറത്തുപോയി. ഒറിജിൻ ക്യൂവില് പ്രാക്ടീഷണർ ലെവലിന്റെ ആ ഷീൽഡിനെ തട്ടി ലോക്കാക്കി. അത് പിന്നെ നോർമലായി. ആ വോയിസ് തീർന്നപ്പോഴാണ് നോർമലായത്. അവന് എന്തോ പവർഫുൾ ആയ ഡീമോണിക് വോയിസ് ആണ് എന്ന് പറയുമ്പോഴാണ് പെട്ടെന്നാണ് അവിടെയുള്ള സ്റ്റാച്യൂസ് അതെല്ലാം സ്കെലിട്ടണിൽ നിന്ന് ഒരു പവർ വരുന്നത്. അവിടെ സെന്ററിൽ ലീഡർ പോലെ ഉണ്ടായിരുന്ന ആ സ്കെലിട്ടൻ പെട്ടെന്ന് അതിന്റെ രൂപം മാറി യഥാർത്ഥ രൂപത്തിലേക്ക് ആയ ഗോഡസ് ആയിട്ട് മാറുകയാണ്. അതുപോലെ പിന്നെ വന്നു തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് വോയിസും. അവിടെയുള്ള മുഴുവൻ സ്കെലിട്ടൻ ആയിരുന്നത് ഇപ്പോഴില്ല, പഴയ പോലെ നോർമലായിട്ട് മാറുകയാണ്. യഥാർത്ഥ ഗോഡസുകളായിട്ട് മാറുകയാണ്. ഇപ്പോഴാണ് മനസ്സിലായ റൂൺസിന്റെ പേര് ഗോഡ് ഡെസ് പാസ്, അത് ചേർത്ത ഗോഡസ് പാസ്
എന്നതാണെന്ന്. അവിടെയുള്ള മുഴുവൻ ഗോഡ്സും ലൈഫിലേക്ക് വന്ന് ആ ഡീമൺ കോഡിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ ഡീമൺ കോഡിന് അവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഡീമോണിക് വോയിസ് അത് വെച്ചാണ് അറ്റാക്കായിട്ട് വിടുന്നത്. അത് തടയുന്നത് പോലെ തിരിച്ചവർ വോയിസ് പോലെ ഡിവൈൻ വോയിസ് അത് തിരിച്ചും വിടുന്നുണ്ട്. ആ പെണ്ണ് ഈ ഗോഡ്സ് എന്തിനും ഇവിടെയുള്ള ഡീമൺസിനെ പെട്ടെന്ന് വന്ന് സംരക്ഷിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവനോട് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് അതിൻ്റെ സോള് മാത്രമാണ്, ബോൺസിലേക്ക് വന്നതാണ്. പണ്ട് നടന്ന വാറ് അത് വളരെ ടെറിഫിക് ആയിരുന്നിരിക്കണം, അതിപ്പോഴും നടക്കുന്നതാണ്. അതായത് പണ്ട് നടന്ന വലിയ വാറ് അത് ഇതുവരെയായിട്ട് തീർന്നിട്ടില്ല. കാലം മാറിയെങ്കിലും ആ വാറ് അത് ഇപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ അതാണ് നടക്കുന്നത്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക്കും കേൾക്കാം. അവിടെ ആ ഗോഡസിന്റെ സ്പെല്ല് പോലെ വോയിസ് അത് കാരണം അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല ആ ഡീമോണിക് കോഡിന്. അവര് വോയിസ് സ്പെല്ല് അത് യൂസ് ചെയ്യണം അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ അത് ഷിൻമോനി എന്തോ പോലെ ആവുകയാണ്. ആ സ്പെല്ല് ഇങ്ങനെയായിരുന്നു, പോ സി പോ സ ഞാൻ ചുൻ സി ഇഷേ അങ്ങനെ എന്തോട്. ഇപ്പോഴാണ് ഷിൻമോന് കാര്യം മനസ്സിലായി തുടങ്ങിയ. അവന്റെ സ്പിരിറ്റ് ടെമ്പററിയും ആ പ്രാക്ടീഷണൽ ലെവലിൽ കണ്ടത് ഹെവൻലി ബാരിയറാണ്, കോഡ് സ്പെല്ലാണ് കണ്ടത്. അതുകൊണ്ടാണ് അവനൊരു നോർമൽ ഹ്യൂമനായിട്ട് പോലും അത് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്തത്. കുറച്ച് മുമ്പ് ഡീമോണിക് വോയിസ് അവന്റെ സോള് കൊണ്ടുപോയി ഇടിച്ചല്ലോ, ആ ബാരിയർ അത് ബ്രേക്ക് ആക്കാനാണ് നോക്കിയത്. എന്നാൽ എന്തുകൊണ്ട് അവന്റെ സോള് കൂടെ കൊണ്ടുപോയി എന്നതിന് ഇപ്പോൾ പറയുന്നില്ല. ഈ ഡീമോണിക് വോയിസ് അത് പഠിച്ചെടുത്ത അവൻ അത് യൂസ് ചെയ്ത് തന്നെ ആ സ്പെല്ല് ബാരിയർ അത് ബ്രേക്ക് ചെയ്യാൻ കഴിയും എന്ന ഐഡിയയും കിട്ടി. രണ്ടും വന്ന് അടിക്കുന്ന അവിടെ പോയിരുന്ന് ആ ഡീമോണിക് സ്പെല്ല് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ഡീമോണിക് വോയിസ് പഠിക്കുന്നെങ്കിൽ അവർ പറഞ്ഞതുപോലെ ഡീമനാണോ എന്ന ഡൗട്ട്, അല്ല ഞാൻ ഒരു ഡോമിനന്റ് ബോഡിയാണ് എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സ്പെല്ല് പറഞ്ഞ് അവനൊരു അറ്റാക്ക് ആ ബാരിയർ കൊടുക്കുക, അതിന് പെട്ടെന്ന് മാറ്റം വരാനായിട്ട് തുടങ്ങി. ഇത് വർക്കാവുന്നുണ്ടെന്നത് അവന് മനസ്സിലായി. അത് പഠിക്കുന്നു ആ പെണ്ണ്. അവൻ ആ ഡിവൈൻ വോയിസ് ഡീമോണിക് വോയിസും പെട്ടെന്ന് പഠിച്ച് കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. ആ ഉറപ്പായിട്ടാകും ഒരു നോർമൽ ഹ്യൂമൻ അത് പറ്റില്ല. അതിനവൻ അല്ല, അവൻ്റെ ഒറിജിനിക്ക് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ അവൻ സ്പിരിറ്റ് ടെമ്പററി അറിയാൻ പോലും ഇല്ല, ബോഡി വീക്കാണ്. അത് വെച്ച് എങ്ങനെയാണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്? അവനാകട്ടെ അതിന് നമ്മൾ വിചാരിച്ച പോലെ ഫ്യൂച്ചറിൽ ഉറപ്പായും പണിയുണ്ടാകും. അവ ചെയ്തുകൊണ്ടിരിക്കുക അതിനൊരു ക്രാക്കാണ്, അതിനുള്ളിൽ നിന്ന് പ്യുവറായ ഒറിജിനിക്ക് വരികയാണ്. ഇതാണ് സ്പിരിറ്റ് ടെമ്പററിയം എന്ന് മനസ്സിലായിട്ട്. എന്നാൽ അപ്പോഴേക്കും അത് പയ്യെ റിക്കവറായി. അവൻ ഇനി സ്ട്രോങ് ആയി മാത്രമേ മുഴുവനായിട്ട് പ്രയോഗിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി. എന്നാൽ ഈ ക്രാക്ക് വഴി പ്യൂർ ഒറിജിനിക്ക് വരുന്നുണ്ട്. ഒരുപാട് തവണ ശ്രമിച്ച് ആ വഴി ഒറിജിനിക്ക് കൾട്ടിവേഷൻ ചെയ്ത് സ്ട്രോങ് ആകാം എന്ന് പറഞ്ഞ് ചെയ്യുകയാണ്. അങ്ങനെ രാവിലെ സൂര്യൻ വന്നു. അതോട്ട് ഡീമോണിക് ബോഡിനെ നിൽക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ എനർജി എല്ലാം പവേഴ്സ് എല്ലാം ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അത് ഇല്ലാതായി. അതുപോലെ ഗോഡസിന്റെ ജോലികൾ കഴിഞ്ഞ് അത് പോയി. അതോടെ പഴയ പോലെ സ്കെലട്ടനായിട്ട് മാറി. അവരെ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഡെഡായതെന്ന് എനിക്കറിയില്ല, എന്നാൽ നന്ദിയുണ്ട് നിങ്ങൾ ഈ ഗ്രേറ്റ് റോയിഡ്സിനെ സംരക്ഷിക്കുന്നതിന് എന്ന് പറയണം. ബട്ട് പ്രശ്നം അവനെ കൊല്ലാൻ രണ്ടുപേരും ഇനിയുണ്ട് എന്നതാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാകുന്ന അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.